ഹേ ഗായ്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മെൻസ് വാലറ്റ് ആണ്. ഇതില് ATM കാർഡും ക്യാഷ് ഒക്കെ സൂക്ഷിച്ചു വെക്കാൻ പറ്റിയ ഒരു അടിപൊളി വാലറ്റ് ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പൊ അതിനു വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് 4 പ്ലൈ ആണ്, 3mm ഹൂക്ക് സൈസ് ഹൂക്കാണ്. അപ്പൊ ഫസ്റ്റ് നമുക്ക് സ്ലിപ്പ് നോട്ട് ഇടാം. ഈ വാലറ്റ് സിമ്പിൾ ആയിട്ടുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. സ്കിപ്പ് ചെയ്യാതെ പാറ്റേൺസ് എല്ലാം ഫോളോ ചെയ്യുകയാണെങ്കിൽ സിമ്പിൾ ആയിട്ട് തന്നെ വാലറ്റ് ചെയ്യാം. ആദ്യം സ്ലിപ്പ് നോട്ട് ഇട്ടതിന് ശേഷം 19 ചെയിൻ ഇടാം. ദെൻ റൗണ്ട് 1 തൊട്ട് അപ്പുറത്തെ സ്റ്റിച്ച് സ്കിപ്പ് ചെയ്തതിനു ശേഷം 18 സിംഗിൾ ക്രോഷ ചെയ്യുക. അപ്പൊ 19 ചെയിൻ സ്റ്റിച്ച് ഇട്ടല്ലോ. നെക്സ്റ്റ് റൗണ്ടിൽ നമ്മൾ ഒരു ചെയിൻ സ്കിപ്പ് ചെയ്തതിനു ശേഷം ബാക്കി 18 സ്റ്റിച്ചിൽ 18 സിംഗിൾ ക്രോഷ ചെയ്തു. ദെൻ റൗണ്ട് 2 തൊട്ട് റൗണ്ട് 11 വരെ 1 ചെയിൻ ഇടുക. ദെൻ ടേൺ ചെയ്യുക. ദെൻ 18 സിംഗിൾ ക്രോഷ ചെയ്യുക. അത് റൗണ്ട് 11 വരെ റിപ്പീറ്റ് ചെയ്യണം. ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ATM കാർഡും കാര്യങ്ങളെല്ലാം സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്ന കള്ളിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പൊ അതിനു വേണ്ടി നമുക്ക് മൊത്തം 2 പീസ് വേണം, അതാണ് ഉണ്ടാക്കുന്നത്. ദെൻ റൗണ്ട് 12 ആദ്യം 10 സിംഗിൾ ക്രോഷ ചെയ്യുക. ഓക്കെ, നമ്മൾ റൗണ്ട് കംപ്ലീറ്റ് ഒരു റൗണ്ട് സ്റ്റിച്ച് ഇടാണ്. അപ്പൊ ആദ്യത്തെ ആ ഒരു ചെറിയ ഭാഗം 10 സിംഗിൾ ക്രോഷ ചെയ്യുക. ദെൻ കോർണറിലെ അതില് ഇൻക്രീസ് ചെയ്യുക. ദെൻ തൊട്ടിപ്പുറത്തെ ഭാഗം 16 സിംഗിൾ ക്രോഷ ചെയ്യുക. കോർണറിൽ ഇൻക്രീസ് ചെയ്യുക. ദെൻ തൊട്ടിപ്പുറത്തെ ഭാഗം 10 സിംഗിൾ ക്രോഷ ചെയ്യുക. ഓക്കെ, ഇത്രയാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ ആ ചുറ്റും ചെയ്തെടുക്കുക, ഒന്ന് ഫിനിഷിങ് വരാൻ വേണ്ടിയിട്ടാണ്. ദെൻ കട്ട് ചെയ്യാൻ ആൻഡ് പുൾ ത്രൂ. ദെൻ നെക്സ്റ്റ് പാർട്ട് സ്ലിപ്പ് നോട്ട് ഇടാം. നമ്മൾ നേരത്തെ ചെയ്ത പീസ് രണ്ടെണ്ണം തന്നെ ചെയ്യണം കേട്ടോ, സെയിം തന്നെ അപ്പുറത്തും ഇപ്പുറത്തും ഫിറ്റ് ചെയ്യാനാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് വാലറ്റിന്റെ മെയിൻ പാർട്ടാണ് ഉണ്ടാക്കുന്നത്. അതിന് ആദ്യം സ്ലിപ്പ് നോട്ട് ഇടാം. ദെൻ 41 ചെയിൻ ഇടാം. ഓക്കെ, അത് ഇത്തിരി ലോങ് ആണല്ലോ. അപ്പൊ ഞാൻ 3mm ഹൂക്ക് സൈസ് ഹൂക്കാണ് എടുത്തിരിക്കുന്നത്. അതിന് വലിയ ഹൂക്ക് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ചെയിനിൽ വ്യത്യാസം വരുത്തേണ്ട വരും കേട്ടോ. അപ്പൊ 41 ചെയിൻ ഇടാ. ദെൻ അതിനുശേഷം റൗണ്ട് 1 നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു ചെയിൻ സ്കിപ്പ് ചെയ്തതിനു ശേഷം 40 സിംഗിൾ ക്രോഷ ചെയ്യാം. ഓക്കെ, ദെൻ റൗണ്ട് 2 തൊട്ട് റൗണ്ട് 18 വരെ 1 ചെയിൻ ഇടാ. ടേൺ ചെയ്യുക. 49 സിംഗിൾ ക്രോഷ ചെയ്യുക. 18 റൗണ്ട് വരെ അത് തന്നെ റിപ്പീറ്റ് ചെയ്യുക. ഓക്കെ, ഇതില് വ്യത്യാസങ്ങൾ വരാതെ സ്റ്റിച്ചുകൾ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഏറ്റക്കുറച്ചിലുകൾ വരും. റൗണ്ട് 19 ചെയ്യാം. നമ്മൾ നേരത്തെ പീസ് ചെയ്ത പോലെ തന്നെ റൗണ്ട് കംപ്ലീറ്റ് ഫിനിഷ് ചെയ്യുക. 20 സിംഗിൾ ക്രോഷ ഇടുക. ദെൻ കോർണറിൽ ഇൻക്രീസ് ചെയ്യുക. ദെൻ 38 സിംഗിൾ ക്രോഷ. ദെൻ കോർണറിൽ ഇൻക്രീസ് 20 സിംഗിൾ ക്രോഷ. ഓക്കെ, നമ്മൾ നേരത്തെ ചെയ്ത സ്റ്റിച്ചുകൾ ഫിനിഷിങ് വരാൻ വേണ്ടിയിട്ടാണ്. ഇത് സെയിം തന്നെ 2 പീസ് ചെയ്യണം. ഓക്കെ, ദെൻ ഈ വാലറ്റ് ഇപ്പൊ എന്റെ ഫിനിഷിങ് ചെയ്തിട്ടുള്ള വീഡിയോ കണ്ടാൽ മനസ്സിലാവും. ആ രീതിയിൽ നമ്മൾ സ്റ്റിച്ച് മാർക്കർ ഇടണം. അതായത് നമ്മൾ ആ കുഞ്ഞു പീസും വലിയ പീസുകളും അറ്റാച്ച് ചെയ്തിട്ട് സ്റ്റിച്ച് മാർക്കർ ഇടാം. ഓപ്പൺ ഏരിയയിൽ സ്റ്റിച്ച് മാർക്കർ ഇടരുത്. ഓക്കെ, ദെൻ ആ വാലറ്റിന്റെ കുഞ്ഞു പീസിന്റെ ഇപ്പുറത്തെ സൈഡില് മുട്ടുസൂചി കുത്ത. ഓക്കെ, ബാക്കി ചുറ്റും സ്റ്റിച്ച് മാർക്കർ ഇടാം. ബ്ലാക്ക് ചെയ്യാനായതുകൊണ്ടാണ് കുറച്ച് കാണാൻ ബുദ്ധിമുട്ടുണ്ട് നിങ്ങൾക്കെന്ന് എനിക്കറിയാം. പക്ഷെ നിങ്ങൾക്കൊന്ന് എന്റെ ഫിനിഷിംഗ് ആയിട്ടുള്ള ഭാഗം നോക്കിക്കഴിഞ്ഞാൽ, അതായത് മൊത്തത്തിൽ ഭംഗിയുള്ള ഫിനിഷ് ചെയ്തിട്ടുള്ള വീഡിയോ ഉണ്ടല്ലോ ഫസ്റ്റ് കാണിച്ച്, അതൊന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന്. അപ്പൊ ആദ്യം 1 ചെയിൻ ഇടാം. ദെൻ 21 സിംഗിൾ ക്രോഷ ഇടാം. ദെൻ അടിയത്തെ പാർട്ട്, അതായത് നമ്മൾ ഓപ്പൺ അല്ലാത്തതിന്റെ ഓപ്പോസിറ്റ് പാർട്ട്, ഓപ്പണിന്റെ ഓപ്പോസിറ്റ് പാർട്ട് ഇല്ലേ, ഓപ്പൺ ചെയ്യണതിന്റെ അവിടെ 14 സ്ലിപ്പ് സ്റ്റിച്ച് ഇടണം. ദെൻ തൊട്ടിപ്പുറത്തേല് 21 സിംഗിൾ ക്രോഷ. ഓക്കെ, അതായത് അപ്പുറത്തേയും ഇപ്പുറത്തെയും സൈഡ് 21 സിംഗിൾ ക്രോഷ. നമ്മൾ ക്ലോസ് ചെയ്യുന്ന പാർട്ട് 40 സിംഗിൾ സ്ലിപ്പ് സ്റ്റിച്ച് ഇടാം. ഓക്കെ, അപ്പൊ എനിക്ക് ഇത്തരം സ്റ്റിച്ചാണ് കിട്ടിയത്. ഹൂക്ക് വരുമ്പോൾ നിങ്ങൾക്ക് വ്യത്യാസം വരും. പിന്നെ എനിക്കൊരു പ്രത്യേക ചെറിയൊരു കാര്യം പറയാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആരും ഫസ്റ്റ് ടൈം വാലറ്റ് യൂസ് ചെയ്യുമ്പോൾ ബ്ലാക്ക് ചെയ്യാൻ സെലക്ട് ചെയ്യണ്ട. എനിക്ക് ബ്ലാക്ക് ചെയ്യാൻ സെലക്ട് ചെയ്തുകൊണ്ട് ചെറിയ തോതിൽ ഒരു ഏറ്റക്കുറച്ചിൽ വന്നു. കാരണം കണ്ണ് കാണാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു ചെയിൻസ് എല്ലാം.
അപ്പൊ അത്രയും എനിക്ക് വന്നിട്ടുള്ളൂ. ബട്ട് ഇതാണ് നമ്മുടെ സംഭവം, സിമ്പിൾ സ്റ്റിച്ച് ആണ്. എന്റെ കണ്ടിട്ട് ആരും ബ്ലാക്ക് ചെയ്യാൻ പെട്ടെന്ന് പോയിട്ട് സെലക്ട് ചെയ്യരുത്. വല്ല ബ്രൗണോ ഹാഷോ അങ്ങനത്തെ കളർ സെലക്ട് ചെയ്യൂ. എന്റെ കയ്യിൽ യാൺ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ബ്ലാക്ക് ചെയ്തത്. അപ്പൊ കണ്ണിന് ബുദ്ധിമുട്ടുണ്ടാവും ബ്ലാക്ക് വെച്ച് ചെയ്യുമ്പോൾ. സ്റ്റിച്ചിലെ വ്യത്യാസങ്ങൾ വരും, ഏറ്റക്കുറിച്ചിൽ വരും. എനിക്കങ്ങനെ വന്നിട്ടുണ്ട്, അതുകൊണ്ടാട്ടോ.